ഹലോ ഇന്നൊരു ബർത്ത്ഡേ വീഡിയോ ആണ് കേട്ടോ. ഈ ഒരു മഞ്ചത്തി കുട്ടീൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ ഇന്ന് ഞങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡെക്കോർ ചെയ്യാനും വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ഞങ്ങൾ സെറ്റാക്കിക്കൊണ്ടിരിക്കും. ഇതൊക്കെ കുട്ടികളാകുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുട്ടികൾക്ക് ഇതൊക്കെ ചെയ്ത് കൊടുക്കാൻ. പെരുന്നാൾക്ക് അവർക്ക് പുതിയ ഡ്രസ്സ്, വള അങ്ങനെയൊക്കെ വാങ്ങിക്കണ പോലെ തന്നെയാണ് ബർത്ത്ഡേക്കും അവൾക്ക് ഒരു വിഷും അവരുടെ ഇതിങ്ങനെ ഡെക്കോർ ചെയ്തൊക്കെ ഒന്ന് ആഘോഷിക്കുന്നത്. അങ്ങനെ അവൾ ബലൂണൊക്കെ എടുത്തിട്ട് ഇതൊക്കെ ഒന്ന് എയറാക്കിക്കൊണ്ടാന്ന് പറയാമെന്ന്. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ എയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിന് ശേഷം ഇത് കണ്ടിട്ട് ഇത് പിന്നെയാണ് അവളെ കണ്ണുപെട്ടത്. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. കുട്ടികൾക്ക് അങ്ങനത്തെയൊക്കെയാണല്ലോ ഇഷ്ടം, ക്യൂട്ടായിട്ടുള്ളതായിരുന്നു. അങ്ങനെ ഇവിടെയാണ് കേട്ടോ ഞങ്ങൾ ഒന്ന് ഡെക്കോർ ചെയ്യാമെന്ന് കരുതിയത്. ഇതിങ്ങനെ മാല പോലെ ആക്കാനുള്ള ഐറ്റംസൊക്കെ ആ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫൈനലി ഇതാണ് അതിൻ്റെ ഒരു ലുക്ക്. ഈ ഒരു സ്ഥലത്താണ് കേട്ടോ ഞങ്ങൾ ഡെക്കോർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈവനിങ് തന്നെ കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്പീക്കറും എല്ലാം കൊണ്ടുവന്ന് ഇതാണ് കേട്ടോ ബർത്ത്ഡേ ഗേൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുള്ളത്. അതാണ് കേട്ടോ അവളെ ഡ്രസ്സ്. നല്ല ക്യൂട്ടായില്ലേ. അപ്പോൾ അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളല്ലേ, അതിക്ക് പാട്ടും കൂടെ ഇട്ടതുകൊണ്ട് തന്നെ അവൾ തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും സന്തോഷം. അപ്പോൾ ഇതൊക്കെ കസിൻസായിട്ട് ഇഷ്മോളെ ബർത്ത്ഡേ പാർട്ടി നടക്കുന്നത് ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ വീട്ടിലാണ് കേട്ടോ. ഹസ്ബൻഡിൻ്റെ ബ്രദറാണ് ഇത്. അപ്പോൾ അവരെ മോളാണിത്. അപ്പോൾ കുട്ടികളല്ലേ, ചെറിയ കുട്ടികൾ, അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാവില്ല. അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താണെന്നൊന്നും അവർക്കറിയില്ല. അവർക്ക് അതൊക്കെ ഒരു എൻജോയ്മെൻറ്റ് അത്ര തന്നെ ഉള്ളൂ. അങ്ങനെ ഇഷ്മോളും അവളെ കസിൻസ് എല്ലാവരും കൂടെ ഇരുന്ന് ഇങ്ങനെ നല്ലോണം അങ്ങോട്ട് കൈയൊട്ടിയിട്ടും അവർക്ക് എന്താ അവൾ കാണിക്കുക എന്നൊക്കെ ഉള്ളൊരു ഭയങ്കര വേവലാതി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 വയസ്സാണ് കേട്ടോ. 2 വയസ്സിൻ്റെ ബർത്ത്ഡേ ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെ കേക്കൊക്കെ മുറിച്ച് ഓൾക്കെല്ലാം ഇഷ്ടമായിരുന്നു. അതിനുശേഷം ബ്രദർ എല്ലാവർക്കും വായിൽ വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നതാണ്. ഇത് ഹസ്ബൻഡിന് വായിക്ക് വെച്ചെടുക്കുക. അപ്പോൾ എന്നോട് അറിയാം വീഡിയോ എടുക്കുമെന്ന്. അങ്ങനെ ഇതൊക്കെ ഒരു സന്തോഷകര നിമിഷങ്ങളാണല്ലോ. വീഡിയോ ഒക്കെ കിട്ടിയില്ലേ. അതിനുശേഷം ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഈ ബീഫ് ബിരിയാണി ആയിരുന്നു. ഇത് നമ്മൾ അടുത്ത് തന്നെ കാറ്ററിംഗ് സർവീസ് അവരെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ ഞങ്ങളൊക്കെ ഫുഡ് കഴിച്ച് ഇവർ കളിയും പാട്ടും ഒക്കെ ആയിട്ട് അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഇഷ്മോൾ അവൾക്ക് ഗിഫ്റ്റ് എടുക്കാനുണ്ട്. സർപ്രൈസ് ആയിട്ടോ കൊടുക്കുന്നത്. അവളെ കാണാതെ കേട്ട് അവൾ അതും കൊണ്ട് എന്താണെന്നൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ അതെന്തോ കുലുക്കിയൊക്കെ നോക്കുന്നതാണ്. ഇതൊക്കെ കുട്ടികൾക്കൊരു സന്തോഷ നിമിഷങ്ങളാണ്. നമ്മൾ വലിയവർക്ക് എന്തെങ്കിലും ഒരു ബർത്ത്ഡേ ആണ് അതിൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് എന്നാൽ നമ്മളതിൽ സാറ്റിസ്ഫൈഡ് ആവും, അത്രേ ഉള്ളൂ. പക്ഷേ കുട്ടികളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. അവർക്കത് ഡെക്കോറൊക്കെ ചെയ്ത് അതിലൊരു കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാം ആകുമ്പോൾ അവരുടെ മനസ്സിനങ്ങോട്ട് സന്തോഷമാവും. നമ്മൾ കരുതും അതിനൊക്കെ അത്ര ക്യാഷോ നമ്മൾ പലതിനും അങ്ങനെ അനാവശ്യമായി ചിലവാക്കുന്നില്ലേ. പിന്നെ എന്താ കുട്ടികൾക്കുള്ളൊരു ചെറിയൊരു സന്തോഷം കണ്ടെത്താൻ നമുക്ക് കഴിയണം. അതാണ് ജീവിതം, ലൈഫ് എന്ന് പറയുന്നത്. എല്ലാവരും ആഘോഷിക്കണം എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് അവരുടെ ചോയ്സാണ്. അവർക്ക് വേണമെങ്കിൽ അവർക്ക് ആഘോഷിക്കാം, അല്ലാത്തവർക്ക് ആഘോഷിക്കേണ്ട, അത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇത്രയേ ഉള്ളൂലേക്ക്